കത്തോലിക്ക സഭയുടെ അടിത്തറ ഇളക്കി ശവദാഹ വിപ്ലവം. മരണാനന്തര സ്വർഗത്തിലേക്കുള്ള വാതിൽ പള്ളി സെമിത്തേരി വഴി മാത്രമാണെന്ന് വിശ്വാസികളെ ഇത്രയും നാളും പറഞ്ഞു കബളിപ്പിച്ച പുരോഹിതവർഗത്തിനുള്ള മറുപടിയാണ് ചേർത്തല തിരുനെല്ലൂർ വെളിപ്പറമ്പിൽ കുടുംബം കഴിഞ്ഞ ദിവസം നൽകിയത്. ആലപ്പുഴ ജില്ലയിൽ ചേന്നംപള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ തിരുനെല്ലൂർ സെയിന്റ് ജോസഫ് പള്ളി ഇടവാംഗമായ 83 വയസ്സുള്ള വെളിപ്പറമ്പിൽ വർക്കി മത്തായിയുടെ മൃതദേഹം പള്ളി സെമിത്തേരി ഒഴിവാക്കി വീട്ടുവളപ്പിൽ ആചാരപൂർവ്വം ദഹിപ്പിച്ചായിരുന്നു കത്തോലിക്ക സഭാ ചരിത്രത്തിൽ നവീകരണ വിപ്ലവത്തിന് തുടക്കമിടുകയും സഭാമേധാവികളെ ഞെട്ടിക്കുകയും ചെയ്ത ശവദാഹ ശുശ്രൂഷ. ജനനം മുതൽ മരണം വരെ വിശ്വാസികളെ പള്ളിയുടെയും പൗരോഹിത്യന്റെയും ഇറുക്കമുള്ള കാണാച്ചരടിൽ ബന്ധിപ്പിച്ചു നിർത്തുവാൻ പുരോഹിതവർഗം പിന്തുടർന്നു പോരുന്ന അനുഷ്ഠാനങ്ങളാണ് മാമോദിസ മുതൽ സെമിത്തേരിയിലെ കല്ലറ വരെ നീളുന്ന ശുശ്രൂഷ കർമ്മങ്ങൾ. ശവം മറവ് ചെയ്യുവാനുള്ള ഈ 6 അടി ചതുരത്തെ അന്തസ്സിന്റെയും ആഡംബരത്തിന്റെയും പ്രതീകമാക്കി മാറ്റിയതും പുരോഹിതവർഗം തന്നെ. പള്ളി സെമിത്തേരികൾ വിശ്വാസത്തിന്റെ പേരിൽ ഏറ്റവും ലാഭകരമായ കച്ചവടമാണെന്ന് കണ്ടെത്തിയ അന്ന് തുടങ്ങിയതാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയകളെ പോലും നാണം കെടുത്തുന്ന മട്ടിൽ കല്ലറകളുടെ പേരിലെ കച്ചവടങ്ങൾ. കുടുംബക്കല്ലറകൾ എന്ന പേരിലെ ചതുര അറകൾ പള്ളികൾക്ക് ലക്ഷങ്ങൾ മറിയുന്ന ബിസിനസ്സാണ്. കല്ലറയ്ക്ക് 20 ലക്ഷം രൂപ വരെ ഈടാക്കുന്ന പള്ളികൾ കേരളത്തിലുണ്ടെന്ന് കേട്ട് കുരിശു വരയ്ക്കേണ്ട. ആ തുക തന്നെ അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയിലടച്ച് രസീത് വാങ്ങി കാത്തിരിക്കുന്ന മക്കളും കൊച്ചുമക്കളും 50 ലക്ഷത്തിന്റെ കല്ലറ പണിത് മേലോട്ട് നോക്കിയിരിക്കുന്ന മുണ്ണകളും ഞങ്ങളുടെ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. പള്ളി സെമിത്തേരിയെ സ്വർഗ കവാടമായി തെറ്റിദ്ധരിപ്പിക്കുന്ന പൗരോഹിത്യ കാപട്യത്തെ തള്ളിപ്പറയുന്നു എന്നത് മാത്രമല്ല തിരുനെല്ലൂർ വെളിപ്പറമ്പിൽ കുടുംബം നടത്തിയ സംസ്കാര ശുശ്രൂഷയിലെ സന്ദേശം. പുരോഹിതന്മാരുടെ ഇരകളായി പീഡിപ്പിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയുള്ള സമർപ്പണമാണ് പിതാവിന്റെ മൃതശരീരം പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യാതെ വീട്ടുവളപ്പിൽ ദഹിപ്പിക്കുവാനുള്ള തീരുമാനമെന്ന മകൻ ജിമ്മിയുടെ പ്രഖ്യാപനം പുരോഹിതവർഗ തെമ്മാടികൾക്ക് നേരെയുള്ള ഒരു ചൂണ്ടുവിരലാണ്. എക്യുമെനിക്കൽ ചർച്ച് ബിഷപ്പ് മാർ സണ്ണി ആലപ്പാട്ടിന്റെയും ഫാദർ ജോണിന്റെയും കാർമ്മികത്വത്തിലായിരുന്നു കത്തോലിക്ക സഭയിൽ സാമൂഹിക പരിഷ്കരണത്തിനും നവീകരണത്തിനുമായുള്ള വിശ്വാസികളുടെ മുറവിളിക്ക് ശക്തി പകരുന്ന ശുശ്രൂഷ കർമ്മം. ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ചെയർമാൻ റെജി ഞള്ളാനി, ആലപ്പുഴ റീജിയണൽ കമ്മിറ്റി ചെയർമാൻ ജോസി തോമസ്, കോട്ടയം റീജിയണൽ കമ്മിറ്റി ചെയർമാൻ OD കുര്യാക്കോസ്, ഇടുക്കി റീജിയണൽ കമ്മിറ്റി ചെയർമാൻ ML ആഗസ്തി എന്നിവരും സഹകാർമ്മികരായി. കുടുംബാംഗങ്ങൾക്കൊപ്പം പള്ളി ഇടവകക്കാരും നാട്ടുകാരും പങ്കെടുത്ത വീട്ടുവളപ്പിലെ സംസ്കാര ശുശ്രൂഷ ചടങ്ങ് ഒരു പ്രതിഷേധ പ്രഖ്യാപനത്തിനപ്പുറം സമരപ്രഖ്യാപനം കൂടിയായി വിലയിരുത്തുകയാണ് കത്തോലിക്ക സഭാ നവീകരണ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ. ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് നേതൃത്വത്തിൽ കല്ലറകൾ ഉപേക്ഷിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കുകയും പള്ളി സെമിത്തേരിയിൽ മൃതശരീരം അടക്കം ചെയ്യേണ്ട തീരുമാനിക്കുകയും ഇത്തരത്തിൽ സഭയിൽ നവീകരണം ഉണ്ടാകണമെന്നുള്ള ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ മൃതശരീരം ദഹിപ്പിക്കുന്നതിന് തീരുമാനിക്കുകയും അങ്ങനെ ശവദാഹം നടത്തുകയും ചെയ്തു. ഇത് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു കത്തോലിക്ക വിശ്വാസിയുടെ മൃതശരീരം ശവദാഹത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ആദ്യത്തെ സംഭവമാണ്. ഇതൊരു വലിയ സാമൂഹ്യ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ്, സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സജീവമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ, സഭയിലെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് വേണ്ടിയിട്ടാണ് ഈ കുടുംബം തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് മത്തായിച്ചേട്ടന്റെ കുടുംബം കാണിച്ചിരിക്കുന്ന ഈ വലിയൊരു മാതൃക തീർച്ചയായിട്ടും ക്രിസ്തീയ സമൂഹത്തിന് മുഴുവൻ മാതൃകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ക്രൈസ്തവ സഭാ പുരോഹിതരുടെ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരകളാകുന്ന കന്യാസ്ത്രീകളുടെയും വിശ്വാസിനികളുടെയും വാർത്തകളും വെളിപ്പെടുത്തലുകളും പൊതുസമൂഹത്തിൽ വിശ്വാസികളെ പരിഹാസപാത്രമാക്കുകയും മെത്രാന്മാരും അച്ഛന്മാരും നടത്തുന്ന സാമ്പത്തിക അഴിമതികൾ കോടതി കയറുകയും ചെയ്യുന്നതിനിടയിലാണ് പൗരോഹിത്യ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുന്ന സെമിത്തേരി ബഹിഷ്കരണം എന്നതാണ് ശ്രദ്ധേയം. എന്റെ അപ്പച്ചന്റെ ശവക്കല്ലറയുടെ പണം കൊണ്ട് ഒരു കത്തനാരും വ്യഭിചരിച്ച കേസ് നടത്തേണ്ടെന്നും ഒരു മടത്തിലമ്മയും ഞങ്ങളുടെ കാശുകൊണ്ട് കന്യാചർമ്മം വെച്ചുപിടിപ്പിക്കേണ്ടെന്നും ഇവർ സമൂഹത്തോട് വിളിച്ചു പറയുന്നു. കത്തോലിക്ക സഭയുടെ അടിത്തറ തകർക്കുന്ന വിശ്വാസികളുടെ ആദ്യത്തെ ഈ ശവദാഹം ഒരു വിപ്ലവം തന്നെയാണ്. ഏതൊരു വിശ്വാസിയെയും ഇവർ ചൊൽപ്പടിയിൽ നിർത്തിയിരുന്നത് നീ എതിലേ പോയാലും ചത്താൽ ഇങ്ങ് പള്ളിപ്പറമ്പിൽ വരുമല്ലോ, അന്ന് ഞങ്ങൾ പിടിച്ചോളാം എന്നായിരുന്നു. സകല കുടിശ്ശികയും തീർത്ത് സെമിത്തേരിയുടെ പണവും അടച്ച് കുഴിക്കാണവും നൽകിയാൽ മാത്രമേ ശവമടക്ക് നടത്തുവാൻ സാധിക്കത്തുള്ളായിരുന്നു. അതുമാത്രമല്ല, ശവമടക്കിന് വരുന്ന കത്തനാർക്കും കപ്പ്യാർക്കും സിൽബന്ദികൾക്കും പണം,
3-ാം ദിവസ കുർബാനയ്ക്ക് പണം, 7-ാം ദിവസ കുർബാനയ്ക്ക് പണം, 14, 21, 40 ചടങ്ങുകൾക്കുള്ള പണം, കല്ലറ ഉണ്ടെങ്കിൽ എല്ലാ വർഷവും ഓർമ്മ കുർബാനയിലൂടെ ലഭിക്കുന്ന പണം. ഇനി അതെല്ലാം 3G. തിരുനെല്ലൂർ സെയിന്റ് ജോസഫ് ചർച്ച് ഇടവകയിൽ നടന്ന ശവദാഹ വിപ്ലവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ നെഞ്ചിടിക്കുന്നത് കത്തോലിക്ക സഭാ മേധാവികൾക്കും പുരോഹിത വർഗത്തിനുമാണ്. വീട്ടുവളപ്പിലെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഇടവകാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തത് സഭയ്ക്ക് നേരെ തന്നെയുള്ള വിശ്വാസികളുടെ മുന്നറിയിപ്പായി വേണം മനസ്സിലാക്കുവാൻ. സെമിത്തേരി ബഹിഷ്കരണത്തിൽ തുടങ്ങിയ വിപ്ലവം പള്ളി ബഹിഷ്കരണത്തിലേക്ക് വളർന്നാൽ സഭയിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. പ്രിയപ്പെട്ട വിശ്വാസികളെ, വർക്കി മത്തായിയുടെ കുടുംബാംഗങ്ങൾ കാണിച്ച മാതൃക എല്ലാവരും പിന്തുടരണം. നിങ്ങളുടെ മുറ്റത്ത് ശവദാഹം നടത്തുവാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ സമീപത്തുള്ള ഇലക്ട്രിക് ക്രമറ്റോറിയത്തിൽ നടത്തുക. ആത്മാവിന് പൊള്ളില്ല. സ്വർഗത്തിൽ പോകേണ്ടവനാണെങ്കിൽ പോയിക്കോളൂ. ഇല്ലെങ്കിൽ നിന്റെ അപ്പന്റെയോ അമ്മയുടെയോ കല്ലറയ്ക്ക് നീ നൽകിയ കാശെടുത്ത് കത്തനാരും മെത്രാനും വ്യഭിചരിക്കുന്നത് കണ്ട് നിന്റെ അപ്പനും അമ്മയും നിന്റെ ഉറക്കം കെടുത്തും. നീ ഏറ്റവും മുന്തിയ കല്ലറ മേടിച്ച് ആർച്ച് ബിഷപ്പിനെയും ആർച്ചില്ലാത്ത മോനെയും ഒക്കെ വിളിച്ച് നടത്താവുന്ന എല്ലാ ശുശ്രൂഷയും നടത്തി അയച്ചവരൊക്കെ സ്വർഗത്തിൽ പോയോ? കോപ്പ. നിന്റെ പൈസയും മേടിച്ച് 40-ാം അടിയന്തരവും തിന്നേച്ച് മതിലും ചാടി ഇനി പുതിയത് വല്ലതും ഉണ്ടോ എന്ന് നോക്കി നടക്കുക ഈ മോന്മാര്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചാരമായാലും കുഴപ്പമില്ല. കർത്താവ് വീണ്ടും വരുമ്പോൾ ചാരമായാലും നമുക്ക് ചാടി എഴുന്നേൽക്കാം. i2i News, an eye for truth.